ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അടിപൊളി ഒരു ഷവർമ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ് ഇത്. ഇഫ്താർ സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതിനായിട്ട് ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. ചിക്കനോ ബീഫോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഒരു 150-200 ഗ്രാമോളൊക്കെ മതിയെ. എല്ലൊക്കെ നീക്കിയതിന് ശേഷം എടുക്കുക കേട്ടോ. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണേ. എല്ലൊക്കെ നീക്കിയതിന് ശേഷം ഇനി അതല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുത്തിട്ട് എല്ല് നീക്കി കൊടുത്താലും മതി. ഇനി നമുക്കിത് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുത്താലും മതിയേ. പക്ഷേ ഫ്രൈ ചെയ്യുന്നതിനായിരിക്കും കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിങ്ങനെ ഇളക്കിയിട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ച്, അധികം മൊരിഞ്ഞ് കട്ടിയായി പോകണ്ടേ, ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കട്ടോ. അധികം അരിഞ്ഞു പോവാതെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ടൊന്ന് പിച്ചിട്ട് കൊടുത്താലും മതി. മിക്സിയുടെ ജാറിലിട്ടിട്ടാവുന്ന നേരം പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പം ഞാനിതാ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിതാ 1/4 കപ്പ് ക്യാബേജ് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ഉണ്ട് കേട്ടോ. അതുപോലെ ഒരു തക്കാളിയുടെ പകുതിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവൊക്കെ നോക്കിയിട്ട് പിന്നീട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊന്നും ചേർക്കാത്തത് കൊണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് മയോണൈസാണ്. ഇതൊരു 3.5 ടേബിൾ സ്പൂൺ ആദ്യം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനിൽ നമ്മൾ ചേർത്തത് കൊണ്ട് ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മയോണൈസോ കുരുമുളക് പൊടിയോ ഉപ്പൊക്കെ വേണമെങ്കിൽ പാകം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതാ മയോണൈസ് 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 കപ്പ് പാലും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം ഞാനിതാ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ. ഇനി നമ്മളിത് തയ്യാറാക്കുന്ന പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ തയ്യാറാക്കുന്ന പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് മുട്ടയുടെയും മസാലയുടെയും ഒക്കെ അളവ് കൂട്ടിയും കുറച്ചും കൊടുക്കുക. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ പകുതി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ പകുതി ഒഴിച്ച് കൊടുത്തിട്ട് 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അധികം ഒന്ന് വെന്ത് പോയരുത്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഉറയ്ക്കുന്ന രീതിയിൽ 1 മിനിറ്റ് മതിയേ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പോൾ ഇതുപോലെ സൈഡിലേക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ വെജിറ്റബിൾസ് കൂട്ടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം.
നമ്മൾ ഇങ്ങനെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കട്ടോ. ഈ ഫില്ലിങ്സ് ഇതുപോലെ മാവിൻ്റെ പുറത്തേക്കായി പോവരുത്, ഇതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ സൈഡിൽ നിന്നൊക്കെ പതുക്കെ ഒന്ന് വിട്ട് നിൽക്കുന്ന രീതിയിൽ ആക്കി കൊടുക്കണേ. അപ്പോൾ ഇത് 2 ടേബിൾ സ്പൂൺ ഒന്ന് മാറ്റി വെക്കാം, നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഡെക്കറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളത് മുഴുവനും ഇതിൻ്റെ മുകളിൽ ഇതുപോലെ നന്നായിട്ട് നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള മാവും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. സൈഡിലേക്കൊക്കെ നന്നായിട്ടങ്ങ് ഒഴിച്ച് കൊടുക്കണേ. അപ്പോൾ ഇതൊന്ന് കവറിങ് ആവുന്ന രീതിയിൽ. എന്നിട്ട് സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഫില്ലിങ്സിൽ നിന്ന് കുറച്ച് അത് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അതുപോലെ കുറച്ച് മല്ലിയിലയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ പാൻ്റെ അടിയിലൊരു മൂടിയോ അടപ്പോ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കട്ടോ. അപ്പോൾ ഞാനിത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ചു വെച്ചിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഹോൾസൊക്കെ ഒന്ന് അടച്ചു കൊടുക്കട്ടോ. ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നിട്ട് വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കേ. ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകൾ വശം അങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടൂല. അപ്പോൾ നമുക്ക് മറ്റൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതൊരു പരന്ന പാനിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളെ അടിപൊളി ഷവർമ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയുന്ന നല്ലൊരു കേക്കാണ് കേട്ടോ ഇത്. ഇഫ്താറിന് എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ മുമ്പ് പരിപ്പ് കേക്ക്, ബനാന കേക്കൊക്കെ ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റുള്ള കേക്കാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.